Good morning, dear students. How are you all? I think you will be fine and have a nice day. And again, we are going to another online class on our text Appreciating Poetry. Today, we are going to study the poetry Anniversaries of War in Module 3, page number 7th chapter, in page number 103. Anniversaries of War by Yehuda Amishai. First, few points about the author. Yehuda Amishai, 1924 to 2000, winner of Israel's most coveted award, Israel Prize. By general consensus, he is Israel's poet laureate. ഇസ്രായേലിൻ്റെ ഏറ്റവും ആരും ആഗ്രഹിച്ചു പോകുന്ന അവാർഡ് നേടിയിട്ടുള്ള അവാർഡ് ഇസ്രായേൽ പ്രൈസ് നേടിയ ഒരു ജേതാവാണ് അദ്ദേഹം. ബൈ ജനറൽ കോൺസെൻസസ് ഈസ് ഇസ്രായേൽസ് പോയറ്റ് ലോറേറ്റ്, അതായത് പൊതു അഭിപ്രായത്തിൽ അദ്ദേഹം ഇസ്രായേലിൻ്റെ ആസ്ഥാന കവി കൂടിയാണ്. ബോൺ ഇൻ ജർമ്മനി, ഹി ഫ്ലഡ് ഡ്യൂ ടു നാസി പെർസിക്യൂഷൻ ആൻഡ് ലിവ്ഡ് ഫോർ മോസ്റ്റ് പാർട്ട് ഓഫ് ഹിസ് ലൈഫ് ഇൻ യമൻ മോഷ. അദ്ദേഹം ജർമ്മനിയിലാണ് ജനിച്ചതെങ്കിലും നാസികളുടെ അവരുടെ ക്രൂരതകൾ കാരണം അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വന്നു, അവിടുന്ന് രക്ഷപ്പെട്ട് പിന്നീട് ലിവ്ഡ് ഇൻ ഫോർ മോസ്റ്റ് പാർട്ട് ഓഫ് ഹിസ് ലൈഫ് യമൻ മോശയിലാണ് അദ്ദേഹം ജീവിച്ചത്. ദ ഫസ്റ്റ് ജൂയിഷ് നെയ്ബർഹുഡ് ഔട്ട്സൈഡ് ദ ഓൾഡ് സിറ്റി വാൾസ്, അതായത് യമൻ മോശ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ജൂതന്മാരുടെ ഒരു ഓൾഡ് സിറ്റി വാളിന് പുറമേയുള്ള ഒരു സ്ഥലം നടത്തും. Amishai is often seen as the foundation stone of Israelness, and his poems have been translated into more than 37 languages. അദ്ദേഹം കാണപ്പെടുന്നത് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ഇസ്രായേലിനെസ്സിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ കാണപ്പെടുന്നത്. ഹിസ് പോയംസ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മോർ ദാൻ 37 ലാംഗ്വേജ്, 37 ഭാഷകളിലധികം ഭാഷകളിലേക്ക് ഹിസ് പോയംസ് ആർ translated. He fought in Israel's war of independence. He was a war fighter. അതായത് അദ്ദേഹം ഇസ്രായേൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അദ്ദേഹം പോരാടിയിട്ടുണ്ട്. ഹിസ് ഫസ്റ്റ് വർക്ക് വാസ് നൗ ആൻഡ് ഇൻ അതർ ഡേയ്സ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർക്ക്. ഹിസ് റൈറ്റിംഗ്സ് ഇൻക്ലൂഡ് കോൺട്രിബ്യൂഷൻ ടു ജാൻസ് ആസ് വേരിയസ് ആസ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. വ്യത്യസ്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള കൃതികൾക്കും വേണ്ടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഷോർട്ട് സ്റ്റോറി ഉണ്ട്, തിയേറ്റർ നാടകങ്ങളും. Okay, that's enough. About the poetry, the poem exploits the passage of time both forwards and backwards. ഈ കവിത അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് ദ പാസേജ് ഓഫ് ടൈം, സമയത്തിൻ്റെ ആ കാലക്രമത്തെ, ബോത്ത് ഫോർവേഡ്സ് ആൻഡ് ബാക്ക്വേർഡ്സ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. ആസ് ദ ഡേ മൂവ്സ് ഫോർവേഡ് ദ പോയിറ്റ് മൂവ്സ് ബാക്ക്വേർഡ്. ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പോയിറ്റ് തൻ്റെ പിറകിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. ഇൻ ടൈം ആൻഡ് ഫാൾസ് ഇൻ ടു ആൻ എക്സ്പാൻസീവ് മൂഡ്. അദ്ദേഹം ഒരു വ്യാപൃതമായി ഇതിൽ മുഴുകിക്കൊണ്ടിലുള്ള അതിനെ പൂർണ്ണമായി ലയിക്കുന്നൊരു മൂഡിലേക്ക് അദ്ദേഹം വീഴും. ഹി തിങ്സ് ഓഫ് ദ ബാറ്റിൽസ് ഇൻ ദ പാസ്റ്റ്. അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിലെ യുദ്ധങ്ങളെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നു. ആൻഡ് ദിസ് മേക്സ് ഹിം റീകോൾ എ ലൈൻ ഫ്രം എ പോയം റിട്ടൺ ബൈ, അത് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ് സാമുവൽ നാജറില്ല, അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിലെ വരിയെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഓർമ്മിപ്പിക്കുന്നുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജൂയിഷ് പോയറ്റ്സ് ഓഫ് ദ മിഡിൽ ഏജസ്. മധ്യകാലഘട്ടത്തിൽ ജീവിച്ചിരുന്നൊരു പ്രശസ്തമായ ഒരു പോയറ്റാണ് സാമുവൽ നാജിദ് എന്ന് പറയുന്നത്. ഹു വാസ് വെൽ നോൺ ആസ് എ സോൾജർ ആൻഡ് സ്റ്റേറ്റ്മാൻ. അദ്ദേഹം കൂടുതൽ അറിയപ്പെട്ടതൊരു സോൾജറായിട്ടും സ്റ്റേറ്റ്മാൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ദേശത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുമാണ്. ഹി വാസ് എ റെപ്യൂട്ടഡ് സ്കോളർ ഓഫ് ദ ടാൽമുഡ്. അദ്ദേഹം ഒരു പ്രശസ്തി ആർജിച്ച പണ്ഡിതനായിരുന്നു ടാൽമുഡിൽ. ആൻഡ് ഹി ഫോട്ട് ഇൻ സ്പെയിൻ. അദ്ദേഹം സ്പെയിനിൽ നാടിനു വേണ്ടി പോരാടി. ആൻഡ് ആൾസോ ഹെഡഡ് ദ അറബ് ആർമി ഫോർ നിയർലി 2 decades. 2 ദശകങ്ങളോളം അദ്ദേഹം അറബ് ആർമിയെ നയിക്കുകയുണ്ടായി. ഹി റോട്ട് പോയിംസ് വൈൽ ഹി വാസ് ഓൺ ദി ബാറ്റിൽ ഫീൽഡ്. അദ്ദേഹം കവിതകൾ എഴുതിയത് യുദ്ധഭൂമിയിലായിരിക്കുകയാണ്. ദ നറേറ്റർ ഐഡൻറ്റിഫൈസ് ഹിംസെൽഫ് വിത്ത് ദ ഏർലിയർ പോയിറ്റ് ആസ് ഹി ടു വാസ് റിട്ടൺ പോയിംസ് അബൌട്ട് സോൾജേഴ്സ്. നമ്മുടെ ഈ പോയിറ്റ്, അതായത് യഹൂദ, അദ്ദേഹം സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അദ്ദേഹം ഈ നജിദിനെ പോലെ തന്നെ ഹി ടു ഹാസ് റിട്ടൺ പോയംസ് അബൌട്ട് സോൾജേഴ്സ്, താനും പട്ടാളക്കാരെക്കുറിച്ച്, യോദ്ധാക്കളെക്കുറിച്ച് കവിതകൾ എഴുതുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ്. ദ പോയിറ്റ് സേസ് ഹി ടോക്ക് ടു ഹിസ് ചിൽഡ്രൻ. പോയിറ്റ് ഇവിടെ കവിതയിലൂടെ പറയുന്നത് താൻ തൻ്റെ മക്കളോട് സംസാരിക്കുന്നു. വെറാസ് ദ ഏർലിയർ പോയിറ്റ് ടോക്ക് ടു ഹിസ്
his heart from the distant past. നാജിദ് സംസാരിച്ചത് ആരോടാണ്? ടു ഹിസ് ഹാർട്ട്, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട്, ഫ്രം ദ ഡിസ്റ്റൻറ്റ് പാസ്റ്റ്, കഴിഞ്ഞ കാലങ്ങളിൽ എന്നർത്ഥം. ദസ് സജസ്റ്റിംഗ് ഗ്രേറ്റ്നെസ് ഓഫ് ദ ഏർലിയർ പോയറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സംസാരിക്കുന്നത് മക്കളോടും നാജിദ് സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോടുമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മഹത്വം, ദ ഗ്രേറ്റ്നെസ് ഓഫ് ദ ഏർലിയർ പോയിറ്റ് എന്നാണ് നാജിദിൻ്റെ മഹത്വത്തെയാണ് അദ്ദേഹം ഇവിടെ ഷോ ചെയ്യുന്നത്. ദ പോയിന്റ് മെയിൻസ് ഓൺ ആൻ അസേർഷൻ ഓഫ് ദിസ് ഓഫ് ലൈഫ് ഓവർ ഡെത്ത് ഇൻ ദ ഇമേജ് ഓഫ് നെറേറ്റർ ആൻഡ് ഹിസ് ചിൽഡ്രൻ. ഇവിടെ കവിത അവസാനിക്കുന്നത് ആൻ അസേർഷൻ ഈസ് എൻഷുറിങ് ഓഫ് ലൈഫ് ഓവർ ഡെത്ത്, മരണത്തിന് പുറമെയുള്ള ജീവിതം, ഇൻ ദ ഇമേജ് ഓഫ് നെറേറ്റർ ആൻഡ് ഹിസ് ചിൽഡ്രൻ, അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെയും എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന തലമുറയുടെയും അർത്ഥം. ദ പോയിന്റ് സജസ്റ്റ് ദാറ്റ് ലൈഫ് ഈസ് ബോത്ത് ഫ്ലീറ്റിംഗ് ആൻഡ് എറ്റേണൽ. ഈ കവിതയിൽ സജസ്റ്റ് ചെയ്യുന്ന ഒന്ന്, ലൈഫ് ഈസ് ബോത്ത് ഫ്ലീറ്റിംഗ് ആൻഡ് എറ്റേണൽ. ഇറ്റ് ഈസ് മൊമെൻറ്റസ്. ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മൊമെൻറ്റസ് ആൻഡ് ഫ്ലീറ്റ്, എറ്റേണൽ, എവർലാസ്റ്റിംഗ് ആണ് എന്നുള്ളതാണ്. ഫ്ലീറ്റിംഗ് ലൈക്ക് ദ സ്പ്രിങ്, ഇതുപോലെ ഫ്ലീറ്റിംഗ് ആണ്, ഇതുപോലെ ലൈക്ക് ദ സ്പ്രിങ്, ഒരു വസന്തകാലത്തെ പോലെ ഏത് നിമിഷം ഇല്ലാതായേക്കാം. ആൻഡ് എറ്റേണൽ ഇൻ ഇറ്റ്സ് റിസറക്ഷൻ ഇൻ ദ സൈക്കിൾ ഓഫ് സീസൺസ് ടു വിച്ച് ഇറ്റ് ബിലോങ്സ്. അതേസമയത്ത് ഇറ്റ് മേ ബി റിസറക്റ്റഡ് മീൻസ് അത് ഉയർത്തെഴുന്നേൽക്കുന്നത് കൂടിയാണ്. ഇൻ ദ സൈക്കിൾ ഓഫ് സീസൺസ്, ഓരോ സീസണുകളും മാറി വരുന്ന ആ കാലക്രമങ്ങളിൽ. ടു വിച്ച് ഇറ്റ് ബിലോങ്സ്, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ജീവിതം എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ രണ്ട് ഭാഗം, ഒന്ന് ഫ്ലീറ്റിംഗ് ആണ്, ജീവിതം എന്ന് പറയുന്നത് ഫ്ലീറ്റിംഗ് ആണ്, ആൻഡ് എറ്റേണൽ എന്നുള്ള ഒരു പ്രധാന അടിസ്ഥാന പോയിൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ പോയട്രി. ഓക്കെ, ഫസ്റ്റ് സ്റ്റാൻസ. Tell Gath, I brought my children to the mount where once I fought battles, so they would understand the things I did do, and forgive me for the things I didn't do. Poet says, Tell Gath. Tell Gath means is place. You know the name, the capital city of the name of Israel, Tel Aviv. Such like a name, Tel Gath. Tel Gath is a place. Tell Gath, I brought my children to the mount. I took my children to the mount. It is a hill where once I fought battles. ഇൻ ദാറ്റ് മൗണ്ട് എന്ന് പറഞ്ഞാൽ ആ മൗണ്ടിൽ ഒരിക്കൽ ഞാൻ യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ യുദ്ധങ്ങൾ നടത്തിയ ഒരു പ്രദേശത്തേക്ക് ഞാൻ എൻ്റെ മക്കളെ കൊണ്ടുപോയി നിർത്തും. ഇവിടെ ദ പോയിന്റ് സ്പീക്സ് ഓഫ് ഈസ് ടേക്കിംഗ് ഈസ് ചിൽഡ്രൻ ടു ദ ബറിയൽ മൗണ്ട്സ് ഇൻ ടെൽഗാത്ത. അതായത് ടെൽഗാത്തയിലുള്ള ബറിയൽ മൗണ്ട്സിലേക്ക് എന്ന് പറഞ്ഞാൽ ശ്മശാന പ്രദേശത്തിലേക്ക് എന്ത് ചെയ്യാണ്, അദ്ദേഹം തൻ്റെ മക്കളെ കൊണ്ടുപോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലം, ദ പ്ലേസ് ഈസ് റെമിനിസെൻ്റ് ഓഫ് ദ മെനി വാർ ഫൗട്ട് ബൈ ദ സ്പീക്കർ. ഈ ഓദർ, അതായത് സ്പീക്കർ, അദ്ദേഹം നടത്തിയ ഒരുപാട് യുദ്ധങ്ങളുടെ ഒരു മെമ്മോറിയലാണെന്ത് ഈ ഒരു സ്ഥലം എന്നുള്ളതാണ് വെർ വൺസ് ഐ ഫൗട്ട് ബാറ്റിൽസ് എന്ന് പറയുന്നത്. സോ ദേ വുഡ് അണ്ടർസ്റ്റാൻഡ് the things I did do. About my children, they can understand the things I did do in wars. എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി എൻ്റെ മക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ഫോർഗിവ് മീ ഫോർ ദ തിങ്സ് ഐ ഡിഡ്ന്റ് ഡു. ഞാൻ ആഗ്രഹിച്ച് ചെയ്യാത്ത ആ കാര്യങ്ങൾക്ക് എന്നോട് എന്ത് ചെയ്യാം, അവർ ക്ഷമിച്ചേക്കാം, അവർ അതിന് മാപ്പ് തന്നേക്കാം എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കളോട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, തൻ്റെ മക്കൾക്ക് ആ കഴിഞ്ഞകാല യുദ്ധ ഓർമ്മകളെ, ഒരിക്കലും അദ്ദേഹം ഇഷ്ടപ്പെടാത്ത യുദ്ധ ഓർമ്മകളെ കുറിച്ച് പറയുന്നത് എൻ്റെ മക്കൾക്ക് അറിയാം അത്, പക്ഷെ അവർ അതിനെ എന്നോട് ക്ഷമിച്ചേക്കാം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലൂടെ നടക്കുന്നത് ഒരുപാട് കൊലപാതകങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ അതിന് ഫോർഗിവ് മീ ഫോർ ദ തിങ്സ് ഐ ഡിഡ്ന്റ് ഡു എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശപൂർവ്വം ചെയ്യാത്ത എന്നർത്ഥം. അപ്പോൾ അതിന് വിശദീകരണം പറയാം, ദിസ് ഈസ് ഇൻ ഫാക്ട് ഈസ് എ റെവലേഷൻ ടു ദ ചിൽഡ്രൻ ടു ദ തിങ്സ്. അദ്ദേഹം തൻ്റെ മക്കളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ദാറ്റ് ഹി ഹാസ് ഗോൺ ത്രൂ, അദ്ദേഹം കഴിഞ്ഞ കാലത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ച്. ഹി വിഷസ് ദാറ്റ് ദ അണ്ടർസ്റ്റാൻഡ് വൈ ഹി ഹാസ് ഇൻവോൾവ്ഡ് ഇൻ സച്ച് ഹീനിയസ് വാർസ്. അത് അവർക്ക് തിരിച്ചറിയാൻ കഴിയും, അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് തൻ്റെ മക്കൾക്ക് തിരിച്ചറിയാൻ കഴിയും അദ്ദേഹം എന്തുകൊണ്ട് ഇത്തരം മോശമായ ഈ യുദ്ധം പോലുള്ള ഏറ്റവും അപരിഷ്കൃതമായ കാര്യങ്ങളിൽ താൻ ഉൾപ്പെട്ടു എന്നുള്ളത് തിരിച്ചറിയാൻ തൻ്റെ മക്കൾക്ക് സാധിക്കും. ആൻഡ് ഫോർഗിവ് ഹിം ഇൻ ദെയർ മൈൻഡ്സ് ഫോർ ദ തിങ്സ് ഹി ഡിഡ്ന്റ് ഇൻറ്റൻഡ് ടു ഡു. താൻ ഉദ്ദേശപൂർവ്വം ചെയ്യാത്ത കാര്യങ്ങൾക്ക് മാപ്പ് നൽകാനും എൻ്റെ മക്കൾക്ക് കഴിയുമെന്ന് അദ്ദേഹം എന്ത് ചെയ്യാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് അദ്ദേഹം ആൻഡ് ഫോർഗിവ് മീ ഫോർ ദ തിങ്സ് ഐ ഡിഡ്ന്റ് ഡു മീൻസ് ഐ ഡിഡ്ന്റ് ഇൻറ്റൻഡ് ടു ഡു. ഒരിക്കലും അദ്ദേഹം ഉദ്ദേശപൂർവ്വം ചെയ്ത യുദ്ധങ്ങളല്ല എന്നുള്ളത്. അദ്ദേഹം തൻ്റെ ഒന്നാമത്തെ സ്റ്റാൻസിൽ തൻ്റെ മക്കളെ, അതായത് ആ യുദ്ധകാല സ്മരണകളെക്കുറിച്ച് എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഒന്ന് ഓർത്തു വെക്കുന്നു. Second stanza, the distance between my striding legs and my head grows bigger and I grow smaller.
Those days grow away from me, these times grow away from me, and I am in the middle without them on this mount with my children. The distance between my striding legs, my steps, footsteps means എൻ്റെ ഓരോ ചവിട്ടടികൾക്കും ഇടയിലുള്ള ആ ഒരു വ്യാപ്തി എന്ന് പറഞ്ഞത്, ആൻഡ് മൈ ഹെഡ്, എൻ്റെ തലയുടെയും, ഗ്രോസ് ബിഗർ ആൻഡ് ഐ ഗ്രോ സ്മാളർ, അത് വളർന്നുകൊണ്ടിരുന്നു. ആ ഒരു അകലം വളർന്നുകൊണ്ടിരുന്നെങ്കിലും വികസിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഐ ഗ്രോ സ്മാളർ, ഞാൻ ചെറുതായിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞത് ബിറ്റ്വീൻ ദ സ്ട്രൈഡിങ് ലെഗ്സ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് സിംബിളൈസസ് ദ ഫ്ലീറ്റിംഗ് ടൈം എന്ന് പറയും. ദ മൊമെൻറ്റസ്നെസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നൈമിഷികം, ജീവിതം എന്ന് നൈമിഷികമാണെന്ന്. വേർ ലൈഫ് മൂവ്സ് ഓൺ ആൻഡ് അത് അവിടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. ആ നിമിഷികമായ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് മൈ ഹെഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹീസ് ഫിസിക്കൽ ആൻഡ് എക്സ്റ്റേണൽ ഗ്രോത്ത്. ഇവിടെ അദ്ദേഹം ദ പോയിറ്റ് ഈസ് അഡ്മിറ്റിംഗ് ഹീസ് ഇമോഷണൽ ആൻഡ് മെൻ്റൽ ഗ്രോത്ത് ടു ബി ഡിമിനിഷിങ്. അദ്ദേഹത്തിൻ്റെ വൈകാരികവും അതേപോലെ മാനസികമായിട്ടുള്ള വളർച്ച എന്ന് പറഞ്ഞത് എന്താണ്? ടു ബി ഡിമിനിഷിങ്, അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഗ്രോ ബിഗർ ആൻഡ് ഐ ഗ്രോ സ്മാളർ, അതായത് തൻ്റെ ഇത് വളർന്നുകൊണ്ടിരുന്നു. ഐ ഗ്രോ സ്മാളർ എന്ന് പറഞ്ഞാൽ തൻ്റെ വൈകാരികം, ഇമോഷണൽ മെൻ്റൽ ഗ്രോത്ത് അത് വളർച്ച മുരടിച്ചു എന്നർത്ഥം. അത് ഗ്രോ സ്മാളറായി. ദോസ് ഡേയ്സ് ഐ ഗ്രോ അവേ ഫ്രം മീ, ആ ദിനങ്ങൾ എന്നിൽ നിന്ന് വളർന്നു പോയിരിക്കുന്നു. ദീസ് ടൈംസ് ഗ്രോ അവേ ഫ്രം മീ, ഇവിടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ആ ദിനങ്ങൾ ഗ്രോ അവേ, നമ്മൾ മെമ്മറീസ് ഓഫ് ഹിസ് പാസ്റ്റ് എന്നർത്ഥം. പാസ്റ്റ് ലൈഫ് ഫിൽഡ് വിത്ത് മൊമെൻറ്റ്സ് ഓഫ് വയലൻസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ബ്രൂട്ടാലിറ്റീസ് സീം ടു ഡ്രിഫ്റ്റ് അവേ ഫ്രം ഹിം എന്ന് പറഞ്ഞാൽ ആ പഴയ എന്താ പറയുക, വയലൻസിൻ്റെയും ഒരുപാട് സംഭവ വികാസങ്ങളുടെ ആ നിമിഷങ്ങളെല്ലാം, ബ്രൂട്ടാലിറ്റികളുടെ എല്ലാം നിമിഷങ്ങൾ സീം ടു ഡ്രിഫ്റ്റ് അവേ ഫ്രം ഹിം എന്ന് പറഞ്ഞാൽ അത് തന്നിൽ നിന്ന് വ്യതിചലിച്ച് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ഐ ആം ഇൻ മിഡിൽ about his life without them on this mount, ഞാൻ അവരില്ലാതെ ഇപ്പോൾ എവിടെ നിൽക്കുന്നത്? ഇൻ ദ മിഡിൽ മീൻസ് ദ മിഡിൽ ഓഫ് ഹിസ് ലൈഫ്, തൻ്റെ ജീവിതത്തിൻ്റെ മധ്യ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മധ്യകാല ഘട്ടത്തിൽ വയസ്സ്, ഒരു പകുതി വയസ്സായിട്ടുള്ളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ. ഐ എം ഇൻ ദ മിഡിൽ വിതൗട്ട് ദം ഓൺ ഹിസ് മൗണ്ട്, ദിസ് മൗണ്ട്, ഈ ഒരു പ്രദേശത്ത് ഞാൻ വിത്ത് മൈ ചിൽഡ്രൻ, എൻ്റെ കുട്ടികളോട് കൂടെ എന്ന് പറഞ്ഞാൽ ഫോർ ദ മൊമെൻറ്റ് ദ പോയിം പേഴ്സൺ നൗ ഇൻ ദ മിഡിൽ ഏജസ് എന്നർത്ഥം. ഹീ ഈസ് ഇൻ ദി മിഡിൽ ഏജസ്, വാച്ചസ് ആസ് ലൈഫ് പാസസ് അവേ ഫ്രം ഹിം. അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നതിന്. വിത്ത് ഹീസ് ചിൽഡ്രൻ ദ അപ്കമിങ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ നിന്നുകൊണ്ട് തൻ്റെ വരാൻ പോകുന്ന ജനറേഷനായിട്ടുള്ള തൻ്റെ മക്കളെ കൂടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം തൻ്റെ കഴിഞ്ഞ കാലത്തെയും അദ്ദേഹം നോക്കുകയാണ്, അത് വരാൻ പോകുന്ന കാലത്തെയും അദ്ദേഹം പരിശോധിക്കുകയാണ്. നെക്സ്റ്റ്, തേർഡ് സ്റ്റാൻസ. എ ലൈറ്റ് ആഫ്റ്റർനൂൺ വിൻഡ് ബ്ലൗസ് ബട്ട് ഓൺലി എ ഫ്യൂ പീപ്പിൾ മൂവ് ഇൻ ദ ബ്ലോയിങ് വിൻഡ്. Bend down a little with the grass and the flowers. Dandelion cover the mound, you could say, a dandelions in multitude. എ ലൈറ്റ് ആഫ്റ്റർനൂൺ വിൻഡ് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ ഘട്ടം. എ ലൈറ്റ് ആഫ്റ്റർനൂൺ, ഇറ്റ് മീൻസ് ആഫ്റ്റർനൂൺ ഈസ് ദ മിഡിൽ ഓഫ് എ ഡേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മിഡിൽ ടൈമിലാണ്, മിഡിൽ ഏജിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ ലൈറ്റ് ആഫ്റ്റർനൂൺ വിൻഡ്, ഒരു ഇളം തെന്നൽ, ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു ഇളം തെന്നൽ മെല്ലെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നു. ബട്ട് ഓൺലി എ ഫ്യൂ പീപ്പിൾ മൂവ് ഇൻ ദ ബ്ലോയിങ് വിൻഡ്, ആ കാറ്റിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മുന്നോട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞത് ഒരു ഇറ്റ് ഈസ് ആൻ എക്സ്പ്ലിസിറ്റ് ലെക്ചർ ഓഫ് നേച്ചർ. അദ്ദേഹം ഇവിടെ ഒരു പ്രകൃതിയെ കൊണ്ടുവരികയാണ്. ദീസ് ലൈൻസ് മാർക്സ് ദ പോയിറ്റ്സ് ലിറിസിസ്, അദ്ദേഹത്തിൻ്റെ ഒരു ലിറിസിസത്തെ സൂചിപ്പിക്കുന്നതാണ് ആ വരികൾ. സർവൈവിങ് ബോത്ത് ദ ഹാഷ് ആൻഡ് വെൽ ആസ് ജനറൽ എക്സ്പീരിയൻസസ് ഓഫ് ദ ലൈഫ്, ഓൺലി എ ഫ്യൂ മെൻ ലേൺ ടു മൂവ് ഫോർവേഡ് ഇൻ ദ ജേർണി ഓഫ് ലൈഫ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് സർവൈവിങ് ബോത്ത് ദ ഹാഷ്, ജീവിതത്തിൻ്റെ പല പ്രയാസങ്ങളും അതുപോലെ തന്നെ ജനറൽ എക്സ്പീരിയൻസുകളെല്ലാം അനുഭവിച്ചുകൊണ്ട്, ഓൺലി എ ഫ്യൂ മെൻ, വളരെ കുറഞ്ഞ ആളുകൾക്ക് ലേൺ ടു മൂവ് ഫോർവേഡ്, മുന്നോട്ട് പോകാൻ സാധിക്കുന്നുള്ളൂ ഇൻ ദ ജേർണി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ആ ഒരു യാത്രയിൽ. ബെൻഡ് ഡൗൺ എ ലിറ്റിൽ വിത്ത് ദ ഗ്രാസ് ആൻഡ് ദ ഫ്ലവേഴ്സ്, ഡാൻഡലിയൻസ് കവർ ദ മൗണ്ട്. അങ്ങനെ അവർ ബെൻഡ് ലീൻ സ്ട്രെച്ച് ആൻഡ് അഡാപ്റ്റ് ടു ലൈഫ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ അവർ ജീവിതത്തിനനുസരിച്ച് അവർ വേണ്ട സ്ഥലത്ത് കുനിയുന്നു, ചായുന്നു, അവർ നിവർന്ന് നിൽക്കുന്നു. ഓരോ അവസ്ഥകൾക്കനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു, ബെൻഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ കുനിയുന്നു. ലിറ്റിൽ വിത്ത് ദ ഗ്രാസ്, പൂക്കളോട് അത് കാറ്റടിച്ച് വീശുന്ന സമയത്തുള്ള ഒരു ഇമേജറി, ആ പൂക്കളെല്ലാം ഇലകളെല്ലാം
ഇലകളും പൂക്കളും എല്ലാം കാറ്റടിച്ച് വീശുന്ന സമയത്ത് മെല്ലെ ചായുന്നത് പോലെ ആ ഒരു കാറ്റിനനുസരിച്ച് ചെറുതായിട്ട് ചാഞ്ഞു കൊടുക്കുന്നു, അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്നർത്ഥം. ഡാൻഡലിയൻസ് ഈസ് എ കൈൻഡ് ഓഫ് ഫ്ലവർ. ഇവിടെ ആർ ഫ്ലവേഴ്സ് ദാറ്റ് സിംബലൈസ് ഇമോഷണൽ ഹീലിംഗ്. നോട്ട് ചെയ്യാതെ, ഡാൻഡലയൻസ് എന്ന് പറഞ്ഞാൽ ഒരു തരം പൂക്കളാണ്. ദാറ്റ് സിംബലൈസ് ഇമോഷണൽ ഹീലിംഗ്. വൈകാരികമായ ഒരു ആശ്വാസത്തെ സൂചിപ്പിക്കുന്നതാണ് ആ ഒരു പൂവ്. ദ ക്യാൻ എൻഡ്യൂർ എനി ലിവിങ് കണ്ടീഷൻ. അത് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഏതൊരു ജീവിത സാഹചര്യത്തെയും സഹിക്കാൻ കഴിയും. ആൻഡ് ഓവർകം എവറി ഹാർഡ്ഷിപ്പ് ബൈ ബീയിങ് സ്ട്രോങ് ആൻഡ് പ്രൗഡ്. അവർക്ക് ഏത് പ്രയാസത്തെയും വളരെ സ്ട്രോങ് ആയി നിന്നുകൊണ്ട്, വളരെ അഭിമാനത്തോടു കൂടി നിന്നുകൊണ്ട് മറികടക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ദ സ്പീക്കർ ഡാൻഡലൈൻ എന്ന് പറഞ്ഞ ആ ഒരു പൂവിൻ്റെ യു കുഡ് സേ ആസ് ഡാൻഡലൈൻസ് ഇൻ മൾട്ടിറ്റ്യൂഡ് മീൻസ് ക്രൗഡ് ഓഫ് പീപ്പിൾ എന്നർത്ഥം, എ മൊബ്. അവർക്കിടയിൽ ഒരു ഡാൻഡലൈൻസ് ആയിക്കൊണ്ട് എന്ന് പറയുമ്പോൾ ദ സ്പീക്കർ കമ്പേഴ്സ് ദീസ് യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് വൺസ് വുഡ് വിത്ത് സ്റ്റുഡ് ദ റാവേജസ് ഓഫ് ടൈം. എന്ന് പറഞ്ഞാൽ ഈ സമയത്തിൻ്റെ ഈ പ്രയാസങ്ങൾക്കെതിരെ പോരാടി അതിന് മുന്നോട്ട് പോകുന്ന ഒരാളെ കമ്പയർ ചെയ്യുകയാണ്. ആൻഡ് ലൈഫ് ടു ഡാൻഡലിയൻസ് ഇൻ എ കോമൺ റാബിൾ ഓഫ് പീപ്പിൾ. ഡാൻഡലിയനുകളായിട്ട് ഒരു കൂട്ടം ജനങ്ങൾക്കിടയിലുള്ള ഒരു സുന്ദരമായ പൂവായിട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹം അവരെ ആ മുന്നോട്ട് പോകുന്ന ജീവിത പ്രയാസങ്ങളെ, പ്രാരാബ്ദങ്ങളെ തരണം ചെയ്തുകൊണ്ട്, ഒബ്സ്റ്റക്കിൾസിനെ ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ അത് ഹി ട്രൈസ് ടു കമ്പയർ. ആൻഡ് നെക്സ്റ്റ് സ്റ്റാൻസ 4. I brought my children to the mount, and we sat there on its back and its side, as in the poem by Samuel Hanajuddin Spain. ഞാൻ എൻ്റെ മക്കളുമായിട്ട് വന്നു ടു ദ മൗണ്ട് ആൻഡ് വി സാറ്റ് ദർ. ഞങ്ങൾ അവിടെ ഇരുന്നു. ഓൺ ഇറ്റ്സ് ബാക്ക് ആൻഡ് ഇറ്റ്സ് സൈഡ്, അതിൻ്റെ സൈഡിലും ബാക്കിൽ. ആസ് ഇൻ ദ പോയം ബൈ സാമുവൽ ഹാനജുദ്ദീൻ സ്പെയിനിലെ സാമുവൽ ഹാനജുദ്ദീൻ്റെ കവിതയിൽ പറഞ്ഞ പോലെ തന്നെ. ദ പോയറ്റ് വാണ്ട്സ് ഹിസ് ചിൽഡ്രൻ ടു നോ അബൌട്ട് ദെയർ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇവരുടെ ചരിത്രം അറിയാൻ പോയിട്ട് ആഗ്രഹിക്കുകയാണ് എന്നുള്ളതാണ്. ദ വാർസ് ആൻഡ് ദ പാസേജ് ഓഫ് ടൈം ബോത്ത് ഫോർവേഡ്സ് ആൻഡ് ബാക്ക്വേർഡ്സ്, കഴിഞ്ഞ കാലങ്ങളിലും മുന്നോട്ടുമുള്ള ആ യുദ്ധങ്ങളെക്കുറിച്ചും പാസേജ് ഓഫ് ടൈം അതിനെക്കുറിച്ചെല്ലാം തൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ. വി സാറ്റ് ദർ ഓൺ ഇറ്റ്സ് ബാക്ക് ആൻഡ് ഇറ്റ്സ് സൈഡ് എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ മക്കളോട് ഷെയർ ചെയ്തു എന്നുള്ളതാണ്. ആസ് ഇൻ ദ പോയം, ഏതുപോലെ, ഏത് കവിതയിലുള്ള പോലെ തന്നെ, ബൈ സാമുവൽ നജ്ദിനെ അദ്ദേഹം ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ഇൻ ആൻ എക്സ്പെൻസീവ് മൂഡ് ഹി റിക്കോൾസ് സാമുവൽ ബിൻ നജ്ദ്, എ വെൽ നോൺ ജൂയിഷ് പോയറ്റാണ് അദ്ദേഹം, സോൾജിയറാണ് ആൻഡ് സ്റ്റേറ്റ്സ്മാനാണ്. അദ്ദേഹം ഇതേപോലെ തന്നെ യുദ്ധങ്ങളെക്കുറിച്ച്, സോൾജിയേഴ്സിനെ കുറിച്ച് കവിതകൾ എഴുതിയ ഒരു എഴുത്ത് പോയറ്റായിരുന്നു എന്നർത്ഥം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരികൾ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വരിയിൽ നിന്ന് എടുത്താണ് ഓൺ ഇറ്റ്സ് ബാക്ക് ആൻഡ് ഇറ്റ്സ് സൈഡ് എന്ന് പറഞ്ഞ വരി. ലൈക്ക് മീ എ മാൻ ഓഫ് ഹിൽസ് ആൻഡ് എ മാൻ ഓഫ് വാസ്. നജിദ് എന്ന് പറഞ്ഞത് അദ്ദേഹം എന്നെപ്പോലെ തന്നെ ഒരു മാൻ ഓഫ് ഹിൽസ് ആൻഡ് മാൻ ഓഫ് വാസ്, യുദ്ധങ്ങളുടെയും ഒരുപാട് കുന്നും പ്രദേശങ്ങളിലേക്ക് എന്നാണ് അതിനൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെ ആയിരുന്നു അദ്ദേഹം എന്നാണ്, തന്നെ പോലെ സിമിലിയാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഹു സാങ് എ ലലബൈ ടു ഹിസ് സോൾജേഴ്സ് ബിഫോർ ദ ബാറ്റിൽ. അദ്ദേഹം ഈ ഒരു ലലബൈ മീൻസ് താരാട്ടുപാട്ട്, അവരെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ എന്നർത്ഥം. ഹു സാങ് എ ലലബൈ ടു ഹിസ് സോൾജേഴ്സ്, തൻ്റെ യോദ്ധാക്കളോട് ബിഫോർ ദ ബാറ്റിൽ സ്റ്റാർട്ട് നടത്തും, യുദ്ധം ആരംഭിക്കുന്നതിന്. അദ്ദേഹം ഒരു യോദ്ധാവായിരുന്നു, സൈന്യത്തെ നയിച്ചിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ സൈന്യത്തിനെ ഏറ്റവും ആശ്വസിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം കവിതകൾ ആലപിച്ചിരുന്നു എന്നുള്ളതാണ്. ഐ ഡിഡ് നോട്ട് ടോക്ക് ടു മൈ ഹാർട്ട്. പക്ഷേ ഞാൻ ഒരിക്കലും എൻ്റെ ഹൃദയത്തോടല്ല സംസാരിച്ചത്. ആസ് ഹി ഡിഡ്, ഏതുപോലെ അദ്ദേഹം ചെയ്ത പോലെ. അഗെയിൻ എ സിമിലി. അദ്ദേഹം തൻ്റെ ഹൃദയത്തോടാണ് അദ്ദേഹം ഓരോ കവിതകളും പോയട്രികളും ആലപിച്ചതെങ്കിൽ ബട്ട് ടു മൈ ചിൽഡ്രൻ ഐ ടോക്ക് ടു മൈ ചിൽഡ്രൻ എന്നർത്ഥം. ഞാൻ സംസാരിച്ചത് എൻ്റെ കവിതകൾ ആലപിച്ച എൻ്റെ മക്കളോടാണ്. ഹിയർ ദ പോയറ്റ് identifies himself with the Samuel Hanajudd who also wrote on war and soldiers എന്ന് പറഞ്ഞാൽ തന്നെ ഉപമിക്കുകയാണ് ആരെ പോലെ നാജിദിനെ പോലെ. അദ്ദേഹവും യുദ്ധത്തെക്കുറിച്ചും പട്ടാളക്കാരെക്കുറിച്ചും കവിതകൾ എഴുതിയ ഒരു പോയറ്റായിരുന്നു, യോദ്ധാവായിരുന്നു എന്നുള്ളത്. ഈ പോയറ്റും അദ്ദേഹം യോദ്ധാവായിരുന്നു. To the mount we were the resurrection, fleeting like this springtime, eternal like it too. ടു ദ മൗണ്ട്, ഈ ഒരു കുന്നിലേക്ക്. വി വേർ ദ റിസറക്ഷൻ മീൻസ് ഒരു പുനർജന്മം, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ. വി വേർ ദ റിസറക്ഷൻ, ഫ്ലീറ്റിംഗ് ലൈക്ക് ദിസ് സ്പ്രിങ് ടൈം, അത് പെട്ടെന്ന് ക്ഷണികമായി പോകുന്ന, ലൈക്ക് ദിസ് സ്പ്രിങ് ടൈം, ഈ ഒരു വസന്തകാലത്തെ പോലെ ഒരു സിമിലിയാണ്. എറ്റേണൽ ലൈക്ക് ഇറ്റ് ടു, അതുപോലെ തന്നെ അനശ്വരമായിക്കൊണ്ട്, എറ്റേണൽ എവർലാസ്റ്റിംഗ് ആയിക്കൊണ്ട്, ലൈക്ക് ഇറ്റ് ടു, ഇതുപോലെ തന്നെ ഈ ജീവിതം എവർലാസ്റ്റിങ്ങും ആയിക്കൊണ്ട് എന്ന്. Here the poet
സജസ്റ്റ്സ് ദാറ്റ് ദ ലൈഫ് ഈസ് ബോത്ത് ഫ്ലീറ്റിംഗ് ആൻഡ് എറ്റേണൽ. ഇവിടെ നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ച പോലെ പോയിട്ട് പറയുന്നത് ലൈഫ് ഈസ് ബോത്ത് ഫ്ലീറ്റിംഗ് ആൻഡ് എറ്റേണൽ. ജീവിതം എന്ന് പറയുന്നത് മൊമെൻറ്റസ് ആണ്, അതേസമയം തന്നെ എറ്റേണൽ അനശ്വരവുമാണ്. ഫ്ലീറ്റിംഗ് എന്ന് പറയുന്നത് ലൈക്ക് ദ സ്പ്രിങ്, വസന്തകാലത്തെ പോലെ. ആൻഡ് എറ്റേണൽ എന്നുള്ളത് ഇൻ ഇറ്റ്സ് റിസറക്ഷൻ, എന്നേക്കും നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോൾ സ്പ്രിങ് കഴിഞ്ഞു പോകുമ്പോൾ വീണ്ടും തെയ്യും അത് ഉയർത്തെഴുന്നേൽറ്റുകൊണ്ട് ദ സൈക്കിൾ ഓഫ് സീസൺസ് എന്ന് പറഞ്ഞാൽ അടുത്ത കാലം വരും എന്നുള്ളതാണ്. ടു വിച്ച് ഇറ്റ് ബിലോങ്സ് എന്നാണ്, അതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ജീവിതം എന്നർത്ഥം. അപ്പോൾ ജീവിതം ഒരേ സമയം തന്നെ ഫ്ലീറ്റിംഗ് ആണ്, അതേസമയം എവർലാസ്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞാണ് പോയറ്റ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് പോയട്രിയിൽ പറയാനുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരാം. Okay, thank you my students. See you later.